മുഖത്തിനും ചർമ്മത്തിനുമൊക്കെ ചെറിയൊരു ഐശ്വര്യവും കാന്തിയുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം തോന്നും, അല്ലേ? പക്ഷേ മാർക്കറ്റിൽ കിട്ടുന്ന ക്രീമുകളും ലോഷനുകളും എത്രത്തോളം നാച്ചുറൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ അതുകൊണ്ട് പ്രശ്നം കൂടുതൽ വശമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തന്നെ അടുക്കളയിൽ കിട്ടുന്ന ചില വ്യത്യസ്തമായ ഒരു ഹെർബൽ റെമഡിയാണ്. പണ്ടുകാലത്ത് ബ്യൂട്ടി പാർലറിൽ ഒന്നുമില്ലാതെ തന്നെ നല്ല ഐശ്വര്യവും കാന്തിയും നിറഞ്ഞ മുഖമുള്ളവരായിരുന്നു. അവിടെ ബ്യൂട്ടി പാർലർ പച്ചക്കറി തോപ്പിലോ അടുക്കളപ്പുരയിലോ ആയിരുന്നു. അതിൽ ചിലതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ റെമഡി പ്രത്യേകിച്ച് മുഖം എളുപ്പിക്കാനും മങ്ങിയ പാടുകൾ കുറയ്ക്കാനും നാച്ചുറൽ ഗ്ലോ തരാനും സഹായിക്കുന്നതായിരിക്കും. അത് നമുക്കൊരു ബേസ് മിക്സ് ആവശ്യമാണ്. അതിനായിട്ട് ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് 2 സ്പൂൺ ചെറുപയർ പൊടി ഗ്രീൻ ഗ്രാം പൗഡർ എടുക്കുക. ഇത് സ്കിൻ ഫ്രണ്ട്ലി ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറുപയർ പൊടി ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും മുഖം ഫ്രഷ് ആക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അതിലൊരു സ്പൂൺ വേപ്പില പൊടി നീം ലീഫ് പൗഡർ ചേർക്കുക. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വേപ്പിൽ സ്കിന്ന് ഡീപ് ക്ലീൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ്. മുഖക്കുരു, കറുത്ത പാടുകൾ, മുഖത്തെ എണ്ണമയം എല്ലാം ഇതുകൊണ്ട് കുറിക്കാൻ കഴിയുന്നതാണ്. ഇനി അതിലേക്ക് 2 ഉള്ള മഞ്ഞൾ പൊടി ചേർക്കുക. മഞ്ഞൾ സ്കിൻ വൈറ്റനിങ്ങും പാടുകൾ മാഞ്ഞു പോകുന്നതിനും ഒരുപാട് കാലം മുൻപ് തന്നെ ഉപയോഗിച്ചു പോരുന്നുണ്ട്. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അധികമായി കഴിഞ്ഞാൽ മുഖത്തിന് മഞ്ഞനിറം വരാൻ കാരണമാവും. ഈ പൊടികളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചർമ്മത്തിന് സോഫ്റ്റ്നെസ് നൽകാൻ ഒരു സ്പൂൺ തേൻ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തേൻ സ്കിൻ സ്മൂത്താക്കുകയും തിളക്കം കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായി മുഖം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് ചെറിയ ലെയറായി ഈ പേസ്റ്റ് മുഴുവൻ മുഖത്ത് പുരട്ടുക. 15 മിനിറ്റ് വരെ വെച്ചിട്ട് നോർമൽ വെള്ളം കൊണ്ട് വാഷ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് സോപ്പോ മറ്റ് കെമിക്കൽ ക്ലീനിങ് ഏജൻറ്റുകളോ ഉപയോഗിക്കേണ്ടതില്ല. ഒരു ദിവസം ഇടവിട്ട് ചെയ്താൽ സ്കിൻ സാവധാനം സോഫ്റ്റ് ആവുകയും ബ്രൈറ്റ്നസ് കൂടി വരുന്നതായി കാണാവുന്നതാണ്. നിങ്ങളുടേത് ഓയിൽ സ്കിൻ ആണെങ്കിൽ തേനിനു പകരം തൈര് ചേർക്കാവുന്നതാണ്. അതുപോലെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ തേനിൻ്റെ കൂടെ കുറച്ചു റോസ് വാട്ടർ കൂടി ചേർത്താൽ പെർഫെക്റ്റ് ആയിരിക്കും. ഒരു കാര്യം ഓർത്തിരിക്കണം, എല്ലാ ചർമ്മത്തിനും ഒരുപോലെ റിയാക്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് അലർജി ഉണ്ടാകുന്നവർ ചെറിയ സ്മോൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക. അതിപ്പോൾ നാച്ചുറൽ റെമഡി ആയാലും സേഫ്റ്റി ഫസ്റ്റ്. മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു പ്യോർ നാച്ചുറൽ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ശുഭദിനം.